നമ്മൾ രാജേഷിൻ്റെ ശകുനമെന്ന ഈ ഷോർട്ട് ഫിലിം കണ്ടു. ഇനി നമുക്ക് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതിനുള്ള സമയമാണ്. പിന്നെ രാജേഷ് ആസ് എ ഫിലിം മേക്കർ അല്ലാണ്ട് എന്ത് ചെയ്യുന്നു ജീവിക്കാൻ? വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇല്ലേ, കല്യാണങ്ങളിലെ സംഭവങ്ങൾ ചെയ്യുന്നത്. ഇത് ഈ ശകുനം എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചെറിയ ഈ പാട്ടുകൾ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നു. ഏത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്? ഞാൻ സദേൺ പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അതിപ്പോഴല്ല, ഒരു 10-16 വർഷങ്ങൾക്ക് 16 അതെ. ഞാനും ബിജു വർക്കിയൊക്കെ ഒരേ ബാച്ചിലാണ്, ബിജുവിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ക്യാമറ ബിജു മാക്സ് എന്ന് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ. ഇത് സദേണിൽ പഠിച്ചത് ഡയറക്ഷനാണ്? ഡയറക്ഷൻ അല്ല, ഞാൻ ആക്ടിംഗ് ആയിരുന്നു. ആക്ടിംഗ് ആണ്. ആക്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ അഭിനയിച്ച സെബാസ്റ്റ്യൻ പുള്ളി വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളീനെയും കൂടെ ഡിസ്കഷനിലോട്ട് വിളിക്കും. ഇതിനു മുമ്പ് ആക്ടറാണോ അല്ലെങ്കിൽ തിയേറ്റർ പ്രൊഫഷണൽ നാടകത്തിലാണ്. ചേർത്തല ജൂബിലി രാജംപേതവിൻ്റെ അതിലാണ് ലാസ്റ്റ് കളിച്ചത്. നമ്മുടെ ഈ വിഷയം അത്ര പുതുമയുള്ളതല്ല. അതാണ് എൻ്റെ ഒരു പ്രധാന കുറവായിട്ട് നമ്മൾ കണ്ടത്. കാരണം ഇത്തരത്തിൽ ഉള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ തന്നെയും കണ്ടു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിനെ വിഷയമാക്കാവുന്ന ഒരു പുതുമ ആ സബ്ജക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആദ്യം പറയാനുള്ളൊരു കാര്യം. പിന്നെ വളരെ പഴയ രീതിയിലുള്ളൊരു മേക്കിങ്ങാണ്. അപ്പം അത്തരത്തിലുള്ള ഫിലിം മേക്കിംഗ് രീതികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കാലത്തിൻ്റെ അനുസരിച്ചുള്ള ആ ഒരു എന്താണ് മേക്കിങ്ങിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നലുണ്ട്. അതിനകത്ത് കൺവെൻഷനലായിട്ടുള്ള പാറ്റേൺ മേക്കിങ് സ്പേസ് ഒക്കെ ഉണ്ട്. അതാണ് ഒരു ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ നിർമ്മാണ രീതികളിൽ നിന്ന് വളരെ മാറി നിൽക്കുന്നുണ്ട്. അതെന്ത് ഡ്യൂറേഷൻ ഉണ്ട്? ഇത് 10 മിനിറ്റ്. 10 മിനിറ്റുള്ളൂ. ഞാൻ ആ കോണിയൊക്കെ ഇറങ്ങി പോകുമ്പോൾ വിചാരിച്ചു കുറേ സമയമായില്ലോ എന്ന് ചോദിച്ചു. അത് ഞാൻ ശരിക്കതൊരു ബോധം, ഈ പഴയ മേക്കിംഗ് രീതി തന്നെ വെച്ചത് ശരിക്കും ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്നു വരുന്ന മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ചില കൺസെപ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ശരിക്കും പുതിയ മേക്കിംഗ് രീതിയിലേക്ക് പോകാതെ പഴയ മേക്കിംഗ് അതുപോലെ തന്നെ ലാഗ് ചെയ്യുന്ന രീതി അങ്ങനെ മനഃപൂർവ്വം അവലംബിച്ചാണ്. ശരിക്കും അതിനകത്ത് അയാൾ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ശരിക്കും ഈ അംബേദ്കറിൻ്റെയും ഈ അയ്യങ്കാളിയുടെയും പോസ്റ്ററാണ് അതിൻ്റെ താഴെ പതിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ അത് ശരിക്കും ബോധപൂർവം തന്നെയാണ്. ശരിക്കും ആ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്തരം ചിന്തയുള്ളവരെല്ലാം തന്നെ വളരെ പാടുപെട്ട് ബുദ്ധിമുട്ടി കുഴിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് വരുത്താൻ തന്നെയാണ് ശരിക്കും അങ്ങനെ. ഈ പള്ളി, അമ്പലം, അല്ലാതെ ഇതെല്ലാം വിശ്വാസങ്ങളുടെ ഭാഗമാണ്. പല മതങ്ങൾ മാറി വരുന്നുണ്ടെങ്കിലും ഇത്തരം മാമൂലുകളിലും വിശ്വാസങ്ങളും ഒന്നും മാറുന്നില്ല. ആ കോളേജ് പഠനം ഇതൊക്കെ തന്നെ ഇതിൻ്റെ അടിയിലാണ്. ശരിക്കും ഇത്തരം ചില ചിന്തകളിലെയും തെറ്റായ സമീപനങ്ങളിലെയും അടിയിൽ തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസമൊന്നും അതിൻ്റെ മേളിലേക്ക് കടന്നിട്ടില്ല. ഇതിലെ ഓരോ വിഷ്വലിലും കൃത്യമായ ഒരു അർത്ഥം ഞാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇതിനകത്ത് രാമായണത്തിനകത്തെ ശരിക്കും ഈ ലക്ഷ്മണോപദേശമാണ് ശരിക്കും മരണത്തിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ശരിക്കും മറ്റേ ചക്ഷുശ്രവണ കലസമം നിർദ്ദിഷ്ടം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പാമ്പിൻ്റെ വായിലുള്ള തവള ഉടൻ മരിക്കാൻ പോവുക, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ഭക്ഷണത്തിന് കാര്യമില്ല. അപ്പോൾ അത്തരം തിരിച്ചറിവില്ലാഴിക അതിനകത്ത് തന്നെ ശരിക്കും അതിനകത്തൊരു ഭഗവാന്റെ ലീലാവിലാസങ്ങളായിരുന്നു. തവളയുടെ കാര്യം ഞാൻ കേട്ടില്ല. അതായത് തവളയുടെ പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയും കരയുന്നത് ഭക്ഷണത്തിനാണ്, ജീവനല്ല. അതായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവന് വേണ്ടി കരയേണ്ടപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കരയുക. അപ്പം അത്രയൊരു തിരിച്ചറിവില്ലായ്മ ശരിക്കും എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പം അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തതാണോ? ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ രാമായണത്തിലെ ലക്ഷ്മണോപദേശം അപ്പാടെ എടുത്ത് ഉപയോഗിക്കുകയല്ല, അതിലെ ദൈവാംശം എന്ന് പറയുന്ന സാധനം എടുത്ത് കളഞ്ഞിട്ട്. ആരെ പാടിയിരിക്കുന്നത്? ബാബു ശ്രീധർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്. അതിനകത്ത് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ
ആണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത് എന്ന അല്ലല്ല, എനിക്ക് എൻ്റെ ഫൈൻനെസ് ആണ് എനിക്ക് മാറി നിൽക്കുന്നത്. പാടിയേക്കുന്നതിന്റെ ഫൈൻനെസ് ഉണ്ടല്ലോ, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, അതായത് ഒരു കുട്ടപ്പനല്ലേ, കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു വിറക് വെട്ടുകാരൻ്റെ മരണത്തിന് നമ്മളൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ കേൾക്കുന്ന അവിടെയുള്ള ഏതെങ്കിലും ഒരു വൃദ്ധയോ ഇരുന്ന് വായിക്കുന്ന രാമായണത്തിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു വോയിസ് ആയിട്ട് അത് മാറി നിൽക്കുകയായിരുന്നു എനിക്ക്. അങ്ങനെ ഇയാള് രാമായണം മരണത്തിന് വായിക്കുന്ന ആളാണ്. മരണത്തിന് അതൊരു നല്ല അർത്ഥത്തിലാണോ? ഞാൻ നല്ല അർത്ഥത്തിലല്ല പറഞ്ഞത്. നല്ല അർത്ഥത്തിലല്ല പറഞ്ഞത്. അതെ, അല്ല, അത് സ്കോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണോ അതോ അവിടെ ആരെങ്കിലും വായിക്കുന്നതായിരുന്നു? അവിടെ വായിക്കുന്ന അതിനുള്ള ഒരു പുള്ളി പറഞ്ഞത്. അങ്ങനെ ആകാമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ചേരാതെ നിൽക്കുന്ന റിഫൈൻമെന്റ് അതാ അതിനെ മാറ്റി നിർത്തിയത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, എനിക്ക് ആക്ടറുടെ സെലക്ഷൻ എനിക്ക് റൈറ്റായിട്ടാണ് തോന്നിയത്. അതിൻ്റെ റീസൺ കുറേ കാലമായിട്ട് പുള്ളിക്ക് ജോലി ഇല്ലാതെ ഒരു പ്രായത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ഫേസുള്ളൊരു ആളുടെ ഒരു ഇത്. എനിക്ക് ഇത്തരം ഒരു മേക്കിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഡ്രൈ ആണെങ്കിൽ പോലും യൂസ് ഓഫ് മ്യൂസിക്കും എനിക്ക് ഒരു പരിധി വരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ആകെ അതിൻ്റെ മെയിൻ പ്രശ്നങ്ങളായിട്ട് തോന്നിയത്, ഒന്ന് ഇതിൻ്റെ ചിന്ത. ഇപ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന രാജേഷ് എക്സ്പ്ലെയിൻ ചെയ്ത ചിന്ത, അത് എല്ലാ ഷോട്ടിലും രാജേഷ് എന്തോ കരുതിയിട്ടാണ് ഓരോ ഷോട്ടും വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറയുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത് അത് വളരെ സ്ട്രെച്ച് ചെയ്തു തന്നെ എനിക്ക് തോന്നി. കാരണം ഒരുപക്ഷെ ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പീസസ് ഒരുപക്ഷെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കുറേ കൂടി ആസ്വാദികരമാണ് അവർ ഫിലിംസ്. അതിനിടയിൽ നിന്നുള്ളൊരു വലിയ മേജർ ബിറ്റ് തന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഫിലിമിനെ കൊണ്ടുപോകുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടാക്കി സത്യത്തിൽ. അങ്ങനെ ഒരു വളരെ ഈ ഏരിയയിൽ വൈഡ് ആംഗിൾസ് ഉപയോഗിക്കുന്നതിനകത്തൊരു ഔചിത്യക്കുറവ് തോന്നി. കാരണം വൈഡ് ആംഗിളിൽ ഒരുപാട് ഡിസ്റ്റോർഷൻ വരുന്നുണ്ട്. അത് ഒരു എന്താണ്, ഒരു കുറച്ചുകൂടെ തന്മയത്വത്തോടുകൂടി ആ ഷോട്ടുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ഡിസ്റ്റോർഷൻ ഏരിയ കുറയ്ക്കാൻ പറ്റും. ബേസിക്കലി അപ്പോൾ ഇതിൻ്റെ നരേഷനിൽ രാജേഷ് പറയാൻ ഉദ്ദേശിച്ചൊരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ ഫോളോ ചെയ്ത ട്രീറ്റ്മെൻറ്റ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഷോർട്ട്സും സിമ്പിളായിട്ടുള്ള നരേറ്റീവ് സ്റ്റൈൽ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സും വെറുതെ പുള്ളി നടന്നു കയറുന്നു, അങ്ങനെ കണ്ടിരിക്കുന്ന ആൾക്കത് ബോറടിപ്പിക്കുന്നതിന് അതായത് ഇത് എന്തിനാ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പം എന്തിനാ കാണിക്കുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അർത്ഥത്തിൽ അതിനെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ ആ വിഷ്വൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി കൃത്യമാവണമായിരുന്നു എന്ന് തോന്നുന്നു. അത്ര എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ആ റോഡും മറ്റേ കല്ല് പാവിയ തറയൊക്കെ കുറച്ച് മെനക്കെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ല, മെനക്കെട്ട് അന്വേഷിച്ച് കണ്ടിട്ട് എൻ്റെ മുറിയാണ് അയാൾ ഇത് തപ്പുന്നത്. അല്ല, കുട്ടപ്പൻ ഇറങ്ങി വരുന്ന എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വഴി. അപ്പം അത്ര മെനക്കെട്ട് ഉണ്ടായിട്ടില്ല. അല്ല, മെനക്കെട്ടല്ല. ഞാൻ കുറേ സ്ഥലത്തില്ലേ ഇതിങ്ങനെ തപ്പി നടന്നിട്ട് അങ്ങനത്തെ ഒരു റോഡ് കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ ആദ്യമേ ഇവിടെ വെച്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇതിനേക്കാൾ നല്ലത് കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഞങ്ങൾ കുറേ നടന്നാണ്. അവസാനം ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ കാസ്റ്റിംഗും നല്ല വീടിനടുത്ത് തന്നെ ഉള്ള ഫ്രം ലൈഫ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ആളൊക്കെ ആയിരുന്നു. അത് വേറെ ആൾക്കാരെ രണ്ടു നേരം വെച്ച് ഞാൻ പരീക്ഷിച്ചായിരുന്നു. ഇവരൊന്നും ശരിക്കും ഒരു മരംവെട്ടുകാരൻ്റെ രാജേഷേട്ട, ഇനി നമുക്ക് രാജേഷേട്ടൻ മാർക്ക് അറിയാനുള്ള സമയമാണ്. അതിനുമുമ്പ് ഒരു മാർക്ക് ഇടട്ടെ, നമുക്ക് കുറച്ച് നേരം മാറിയില്ല. ഷോർട്ട് ഫിലിമിൻ്റെ മാർക്ക് അറിയാൻ വന്നിരിക്കുകയാണ്. നമ്മളെ ഫിലിമിനെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ദെൻ അതെങ്ങനെ നിങ്ങൾ ഫോട്ടോ ഇത് ചെയ്തിരിക്കുന്നു, ഇമ്മീഡിയറ്റിലേക്ക് ആക്കിയിരിക്കുന്നു, ദെൻ എഡിറ്റ്, ഓഡിയോ, മ്യൂസിക് എല്ലാ സെക്ഷനും പെടും, പിന്നെ പെർഫോമൻസ്. ഇതിലെല്ലാം നമ്മളൊരു പോസിറ്റീവായിട്ടൊരു ആംഗിൾ കണ്ടത് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പശ്ചാത്തലം, ആ ഫോട്ടോഗ്രാഫിയുടെ ഇത് ബെറ്ററായിട്ടാണ് ജൂറി എല്ലാം വിലയിരുത്തുന്നത്. മറ്റുള്ള എല്ലാ സെക്ഷനും 5 മാർക്സ് എന്നുള്ള ഒരു ഇതിലാണ് കണക്കാക്കുന്നത്. അങ്ങനെ 26 മാർക്സ് ടെക്നിക്കൽ സൈഡിന് മാത്രം വരുന്നുണ്ട്.
26 മാർക്സ്, ദെൻ ഡയറക്ഷന് 25. അങ്ങനെ 51 മാർക്സ് ആണ് ടോട്ടൽ ഇതിനുണ്ടാവുന്നത്. അവാൻഗാർഡ് പവേഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് KP രാജേഷ് സംവിധാനം ചെയ്ത ശകുനം എന്ന ഷോർട്ട് ഫിലിമാണ്. ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 51/100. ഇനി രാജേഷേട്ടന് വേണ്ടത് നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്കാണ്. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.